ഇസ്ലാം അറിയും തോറും അനുഭൂതിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഹയ്യുൻ ലാ യമൂത് ഖയ്യൂമുൻ ലാ യനാം لا تبلوه الأوهام ولا تدركه الأفهام ولا يشبه الأنام حي لا يموت قيوم لا ينام وأصلي وأسلم على خير من وطئت قدماه على وجه الأرض محمد بن عبد الله صلى الله عليه وسلم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിലെ ഓരോ മേഖലയിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ആ രൂപത്തിൽ ജീവിക്കുന്ന, ആ രൂപത്തിൽ തന്നെ മരണപ്പെട്ടു പോകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ, മുത്തക്കികളുടെ കൂട്ടത്തിൽ, മുത്തവക്കിലീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം അറിയും തോറും സമാധാനവും അനുഭൂതിയുമാണ്. ആര് നിഷേധിച്ചാലും അത് സത്യമാണ്. ഇസ്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങും തോറും, അതാണ് അറിയും തോറും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഹൃദയത്തിലേക്ക് ഇസ്ലാം ഇറങ്ങും തോറും അനുഭൂതിയാണ്, സമാധാനമാണ്. അള്ളാഹുവിനെക്കുറിച്ച് അറിയുന്ന ഓരോ തിരിച്ചറിവുകളും സത്യത്തിൽ നമ്മെ ഈ ലോകത്ത് ഒരു ഭാരവുമില്ലാതെ നടക്കാൻ പറ്റാവുന്ന രൂപത്തിലേക്കാക്കി മാറ്റുകയാണ്. ഒരു ഭാരവും ഫീൽ ചെയ്യാതെ ഈ ഭൂമിയിലൂടെ നടക്കാവുന്ന രൂപത്തിലേക്ക് നമ്മെ എത്തിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി, പ്രാർത്ഥന അതാണ് യഥാർത്ഥത്തിൽ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വളരെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞതുമാണത്. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിലയും ഇവിടെ ഉണ്ടാവില്ല. നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളെ നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന്. കുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധം. പക്ഷേ നാം പ്രാർത്ഥിക്കാൻ പഠിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണൊരു വാസ്തവം. അള്ളാഹുവിലേക്ക് മാത്രമേ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ മുഴുവനും അർപ്പിക്കാൻ പാടൂ എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അല്ലാഹു തആല വളരെ സിമ്പിളായ രൂപത്തിൽ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. ഉദാഹരണമല്ല, വസ്തുത. വളരെ സിമ്പിളാണ്. നമുക്കറിയാം, സാധാരണ ഗതിയിൽ മനുഷ്യന്മാർ പ്രാർത്ഥിക്കാറ്, സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാർത്ഥിക്കാറ് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, മനുഷ്യൻ്റെ റിസ്കിന് വേണ്ടി. രണ്ട്, മനുഷ്യൻ്റെ രോഗം ഭേദമാകാൻ വേണ്ടി. ഇങ്ങനെ രണ്ട് വിഷമഘട്ടങ്ങളിലാണ് സാധാരണഗതിയിൽ മനുഷ്യന്മാർ പ്രാർത്ഥിക്കാറ്, പൊതുജനങ്ങൾ പ്രാർത്ഥിക്കാറ്. ഇതിൽ ആ രോഗം എന്നുള്ളത് നമ്മളൊന്ന് പുറത്തേക്കെടുത്താൽ അതിനെ ഒന്ന് നമ്മൾ
ഗഹനമായി ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, സത്യത്തിൽ പുറമേ നിന്നൊന്ന് നമ്മുടെ രോഗത്തെ വീക്ഷിച്ചാൽ അള്ളാഹു ആണ് ഈ ലോകത്തെ സർവ്വതിനെയും സംവിധാനിച്ചവൻ. ഹൈഡ്രജൻ, ഓക്സിജൻ ഇവ രണ്ടും കൂട്ടിമുട്ടിയാൽ വെള്ളമുണ്ടാകും എന്നുള്ളത് അള്ളാഹുവിൻ്റെ നിയമമാണ്. ഒരു മനുഷ്യനും മാറ്റം വരുത്താൻ പറ്റാത്ത നിയമമാണ്. ഒരു ശാസ്ത്രജ്ഞനും മാറ്റം വരുത്താൻ പറ്റാത്ത നിയമമാണ്. ഒരു ശാസ്ത്രജ്ഞനും പടച്ചുണ്ടാക്കാത്തതാണത്. അള്ളാഹുവിൻ്റെ നിയമം പിടിക്കുക മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിന് ഇങ്ങനെ ഖദരിയായിട്ടുള്ള ഹുക്കുമുകളുണ്ട്, നിയമങ്ങളുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ നിങ്ങളുടെയൊക്കെ ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. രോഗത്തെക്കുറിച്ച് നമ്മൾ പുറമേ നിന്ന് വീക്ഷിക്കുകയാണെങ്കിൽ ആ രോഗം ഉണ്ടാകാൻ ഒരു കാരണമുണ്ടാകും, ആ രോഗം മാറാൻ ഒരു കാരണമുണ്ടാകും. അള്ളാഹുവിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. രോഗം ഉണ്ടാവാനും ഒരു കാരണമുണ്ടാകും, രോഗം മാറാനും ഒരു കാരണമുണ്ടാകും. പക്ഷേ ഈ കാരണങ്ങളെല്ലാം തന്നെ വെറും ഡമ്മികൾ മാത്രമാണ് എന്നൊരു വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വെറും ഡമ്മികളാണ്. അവയ്ക്ക് കാരണം നൽകുന്നവനാരാണോ അവനെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. ആ വസ്തുക്കളെ നമ്മൾ പിടിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നാം വഴിപിഴച്ചു പോവുക തന്നെ ചെയ്യും. മരുന്നാണ് എനിക്ക് ശിഫ നൽകുന്നത് എന്ന് ഞാൻ ധരിക്കുകയാണെങ്കിൽ വല്ലാഹി നമ്മൾ വലിയ വഴിപിഴവിലാണ്. മരുന്നല്ല നമ്മെ ഭേദപ്പെടുത്തുന്നത് ആരാണ്? അള്ളാഹുവാണ്. അപ്പോൾ ലോകത്തുള്ള ഒരുപാട് ഡോക്ടർമാരൊക്കെ കൂടി ചർച്ച ചെയ്ത് പരീക്ഷണങ്ങൾ നടത്തിയൊരു മരുന്ന് കണ്ടുപിടിച്ചു എൻ്റെ രോഗത്തിന്. നമ്മളിലുള്ള ആരെങ്കിലുടെയൊക്കെ രോഗത്തിനൊരു മരുന്ന് കണ്ടുപിടിച്ചാൽ ആ മരുന്ന് എൻ്റെ ശരീരത്തിലേക്ക് അപ്ലൈ ചെയ്താൽ ഭേദമാകുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ ഭേദമാക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. ആ അള്ളാഹു തന്നെയാണ് പ്രാർത്ഥിച്ചാലും രോഗം ഭേദമാക്കുന്നത്. മരുന്നുകൊണ്ട് ഭേദമാക്കുന്ന അള്ളാഹു തന്നെയാണ് പ്രാർത്ഥിച്ചാലും രോഗം ഭേദമാക്കുന്നത് എങ്കിൽ ഇത് രണ്ടിലും പിന്നെ എന്താ വ്യത്യാസം? പ്രാർത്ഥിച്ചുകൊണ്ട് രോഗം മാറ്റുന്നവനും അള്ളാഹുവാണ്, മരുന്നുകൊണ്ട് രോഗം ഭേദം മാറ്റുന്നവനും അള്ളാഹുവാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒരേ രൂപമാണ് എങ്കിൽ ആരെയാണ് സത്യത്തിൽ നമ്മൾ അവലംബിക്കേണ്ടത്? മരുന്നിനെയാണോ അതോ അള്ളാഹുവിനെയാണോ? അള്ളാഹുവിനെയാണ്. നമ്മൾ ഈ പറയുന്ന യാഥാർത്ഥ്യം, അള്ളാഹുവിൻ്റെ മുന്നിൽ ഒന്നും ഒരു വിഷയമല്ല അള്ളാഹുവിൻ്റെ മുന്നിൽ. ഇതാരാണ്? നമ്മൾക്ക് നമ്മുടെ മുന്നിൽ ഒരുപക്ഷെ അതൊന്നും അനുഭവം ഉണ്ടാവില്ല. ഒരു സത്യനിഷേധിയായി അല്ല, അള്ളാഹുവിനെ നിഷേധിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനത് അനുഭവപ്പെടുകയാണ്. ഇത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തആല ഉത്തരം നൽകുമെന്ന്. എന്ത് പ്രാർത്ഥനയ്ക്ക്? ഒരു മനുഷ്യനും ഒരു ഡോക്ടർമാർക്കും മരുന്ന് കാണാൻ കഴിയാത്ത ഒരു രോഗത്തിന് പ്രാർത്ഥിച്ച് നിമിഷ നേരങ്ങൾ കൊണ്ട് ഉത്തരം ലഭിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പ്രാർത്ഥിച്ച് നിമിഷ നേരങ്ങൾ കൊണ്ട് ഉത്തരം ലഭിക്കുകയാണ് അദ്ദേഹത്തിന്. അദ്ദേഹം അവിടെ നിന്നാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. ഡോക്ടർ ലോറൻസ് ബ്രൗൺ പീസ് ടിവിയിലെ ഒരു അവതാരകനാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാനുണ്ടായിരുന്ന കാരണത്തെക്കുറിച്ച് ഒരിക്കൽ അദ്ദേഹം ടി വിയിൽ തന്നെ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അല്ല, ഒരു പ്രഭാഷണം പോലെയുള്ള കാര്യത്തിൽ അദ്ദേഹം പറയുകയാണ് എന്തുകൊണ്ട് അദ്ദേഹം മുസ്ലിമായി എന്നുള്ളത്. അതാണ് ആദ്യമായിട്ട് നിങ്ങളെ കേൾപ്പിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാക്ഷിപത്രം പറയുന്നു എന്നുള്ളത്, അതെന്തുകൊണ്ട് നമ്മൾ ആദ്യം പറയുന്നു എന്നതിനൊരു കാര്യം പറയുകയാണ്. ഒരാളുടെയും തെളിവ് നമുക്ക് ആവശ്യമില്ല. രോഗം മാറും എന്നുള്ളതിന് ഒരാളുടെയും തെളിവ് ലോകത്ത് ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു തെളിവും ആവശ്യമില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ മരുന്ന് കഴിച്ചാലേ രോഗം മാറൂ, പ്രാർത്ഥിച്ചാൽ രോഗം മാറില്ല എന്നൊരു ചിന്ത അതങ്ങനെ അവിടെ കിടക്കുകയാണ്. ഏതോ ഒരു സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയാണ്. അത് മാറ്റാൻ വേണ്ടി മെഡിക്കൽ ഡോക്ടറായ ഒരു ഡോക്ടർ തന്നെയാണ് ആ കാര്യം പറയുന്നത്. മെഡിക്കൽ സയൻസ് തോറ്റുപോയ ഒരു രംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മാത്രമാണ് അദ്ദേഹത്തെ രക്ഷിച്ചത്. അതാണ് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. Today I'm going to talk about how I became Muslim. Through these talks and through my other works,
A number of people have approached me and asked how I became Muslim and why. And if for no other reason than simply to tell the story once, answer everybody's questions, and let people know how I made this major change in my life and in my religion, I've decided to tell the story. The story takes us back to 1990. Before 1990, I was the typical American. I basically subscribed to the philosophy that the person who died with the most toys wins. I had spent my life accumulating different things of this world, and that was the only thing that I knew. That was the only objective I knew in life. In 1990, my second daughter was born. I guess I wasn't listening the first time. When my first daughter was born, Christina, about 10 months before, she did something I had never seen any child do before, and that is that she was able to stand from the very first day of life. From the very first day, if I put her on her feet, she would stand upright by herself. Now, I'm a doctor. I'm a medical doctor. I understand that that is something that a newborn baby is not supposed to be able to do. But I didn't see it as a miracle. I saw it as something interesting, something charming about this child. But I guess I didn't get the message. I guess the message had to come to me twice, and the second time in a more dramatic way. So, 10 months later, in 1990, my second daughter, Hannah, was born. Now, Hannah was taken directly from the birthing room in the hospital to the neonatal intensive care unit. And at the time, I didn't know why. They did not tell me. I was a doctor working in the hospital. It was George Washington University Hospital, one of the most famous hospitals in the United States. That was the hospital where President Ronald Reagan went when he was shot. You cannot fault the medical care at that hospital. They had the highest medical care. So when I found out that my second daughter was blue, I was very concerned. I went and saw her in the intensive care unit. From the level of her chest down to her toes, she was a dusky, the only way I can describe it is a gunmetal blue, this deep, deep, dusky kind of blue. Now, for those of you in the medical profession, you understand what that means. A lot of people, even outside the medical profession, understand what that means, but for those of you who don't, you know how when you look at the veins in your arms, in a pale-skinned person like myself, those veins are blue. The reason why is because blood, when it is carrying oxygen, is red. When the blood does not have oxygen, it turns blue. And that was the color of my child. We took a cardiac ultrasound. It showed that she had a coarctation of the aorta. Now, the aorta is the major vessel that comes off of the heart and then sweeps down to the rest of the body, carrying all of the blood for the body from the chest down. And a coarctation is a critical narrowing in that artery.